ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ചെറിയ കുട്ടികളിൽ അസാധാരണമാണ് വിഷാദത്തിലേക്ക് വഴുതി പോവുക. കുട്ടി ഒന്നിലും പങ്കുചേരുന്നില്ല. ഓരോ ദിവസവും തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്നു. കളിക്കാനോ പഠിക്കാനോ പറ്റാത്ത അവസ്ഥ. ഒടുവിൽ ഈ ചെറിയ കുഞ്ഞിനെ 10-12 വയസ്സുള്ള ഈ കുട്ടിയെ ഒരു കൗൺസിൽ അടുക്കൽ കൊണ്ടുപോകേണ്ട ബാധ്യത ഉണ്ടാവുന്നു. കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ കുട്ടിക്ക് ഗൗരവമായൊരു കൈപ്പിഴ പറ്റി. അള്ളുവെക്കാന്നൊരു ശീലമുണ്ട് നാട്ടുപുറങ്ങളിൽ. വാഹനങ്ങളുടെ ടയർ പഞ്ചറാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഒരു രീതിയാ. അറിയില്ല, ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്തതാ. പക്ഷെ അതിന് കൃത്യമായിട്ട് ഒരു വണ്ടി വന്ന് കയറി. ഒരു വയോധികൻ ഓടിക്കുന്ന വാഹനോ ഹൈവില്ലായിട്ട് ഒരു വൃദ്ധയുമുണ്ട്. കാര്യങ്ങൾ ദൂരത്തു നിന്ന് നിരീക്ഷിച്ച കുട്ടിക്ക് ചെയ്ത അബദ്ധം മനസ്സിലായി. പതുക്കെ അടുക്കൽ വന്നു. എന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? ഈ വൃദ്ധയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. വാഹനത്തിന്റെ ടയറൊക്കെ നേരെയാക്കി എടുക്കാനായിട്ട് കുറെ അധികം സമയമെടുത്തു. കുട്ടിക്ക് വല്ലാത്ത ആധിയായി. വയോധിക്ക് ഈ വൃദ്ധയ്ക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്ത്? കുട്ടി പതുക്കെ സൈക്കിളുമായിട്ട് ഈ വാഹനത്തെ പിന്തുടരുന്നുണ്ട്. ഹോസ്പിറ്റലിലെത്തി കുട്ടിയെ കാത്തിരിക്കുന്നത് വലിയ സങ്കടമുള്ളൊരു വാർത്തയാണ്. ആ വയോധിക മരിച്ചു. അറിഞ്ഞോ അറിയാതെ സംഭവിച്ച ആ കൈപ്പിഴയിൽ നിന്ന് ആരോടും പറയാനാവാതെ കുട്ടി സമ്മർദ്ദത്തിലാണ്ട് പോവുകയാണ്. കൗൺസിലർ ആ കുട്ടിയോട് പറഞ്ഞു, ഒരുപക്ഷെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്ന വിവേകമുള്ള പ്രകാശമുള്ള മനുഷ്യനായിരിക്കും നീ കണ്ടെത്തിയ ആ വയോധികൻ. നമുക്ക് കാര്യങ്ങളൊന്ന് അങ്ങനെ ചെയ്ത് നോക്കിയാൽ എന്താ? ഒന്ന് ഏറ്റു പറയുക, ഒന്ന് കുമ്പസാരിക്കുക. അങ്ങനെ അച്ഛനെയും കൂട്ടി ഈ മനുഷ്യനെ കാണാനായിട്ട് പോവുകയാണ്. ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഏറ്റു പറയുന്നു. വളരെ ശാന്തനായിട്ട് അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ആ വയോധികൻ പറഞ്ഞു, നിന്നോടൊരു കാര്യം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വീട്ടിൽ നിന്ന് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ അവർ മരിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ചല്ല മരിച്ചത്, വീട്ടിൽ വെച്ചാണ് മരിച്ചത്. കുട്ടിക്ക് വല്ലാത്ത ആശ്വാസം വരുന്നുണ്ട്. പക്ഷെ അത് നുണയാണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മുതിർന്ന ഏതൊരാൾക്കും അറിയാം. എന്നിട്ടും ആ നുണയിലൂടെ ഈ വയോധികൻ ഈ കുട്ടിക്ക് വലിയൊരു മുക്തി കൊടുക്കുക. കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ചലച്ചിത്രത്തിന്റെ ഇതിവൃത്തം ഇതായിരുന്നു. നമുക്കൊരാകാശം എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം. ഒരു വല്ലാത്തൊരു സൂചന ഈ ചിത്രം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കഥ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. എന്തുമാത്രം പേരാണ്, എന്തുമാത്രം കൊടിയ സമ്മർദ്ദങ്ങൾ നമുക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുക. ഇത്തിരി ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് മുക്തിയുടെ ആകാശം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനാവില്ലേ? വിശേഷിച്ച് നോയമ്പ് കാലം. 400 വർഷങ്ങൾക്ക് മുമ്പ്, യേശുവിന് 400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകന്റെ പേരായിരുന്നു ഏശയ്യ. ഏശയ്യ നമ്മുടെ നോമ്പ് രീതികളൊക്കെ എത്ര കഠിനമായിട്ടാണ് നേരിടുക. ഒരു ദിവസം പട്ടിണി കിടക്കുകയും ഒരു ദിവസം സ്വയം ഇങ്ങനെ എളിമപ്പെടുത്തുന്നതൊക്കെ നിങ്ങൾ ഉപവാസമായിട്ട് തെറ്റിദ്ധരിച്ചാൽ കഷ്ടമാണെന്ന് അയാൾ പറയുക. എന്നിട്ട് പറയുകയാണ്, എല്ലാ നുഖങ്ങളും എടുത്തു മാറ്റുകയാണ് ശരിയായ ഉപവാസം. ഇത്തവണയും ഒരു 19 ദിവസങ്ങൾ നമ്മൾ പട്ടിണി കിടക്കുന്നുണ്ട്. കുറച്ച് ലളിതമായിട്ട് ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. വാഹനങ്ങൾ ഉപയോഗിക്കാതെ പള്ളിയിലോട്ടോ ഓഫീസിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പ്രിയമുള്ള ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നുണ്ട്. പക്ഷെ അത്തരം ഒരു വൈയക്തികമായ ഒരു ശുദ്ധീകരണത്തിനപ്പുറമായിട്ട് ഒരു തപസ് കാലത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ? അതിന് മുക്തിപരമായ വിമോചനപരമായ എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ ആവശ്യമില്ലേ? നിശ്ചയമായിട്ടും മുതിർന്നവര്, വളരെ ഗൗരവമായിട്ട് ജീവിതത്തെ എടുക്കാൻ കാക്ഷിക്കുന്ന എല്ലാ മുതിർന്നവരും തങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചെറിയ വിചാരമാണിത്. എന്റെ ഈ ഒരു തപസ് കാലത്ത്, എന്റെ ഈ 50 നോയമ്പ് കാലത്ത് എത്ര പേർ നുഖങ്ങൾക്ക് മുക്തി കൊടുക്കാനായിട്ട്, വിടുതൽ കൊടുക്കാനായിട്ട് എനിക്കാവുന്നു? എന്താ നുഖം എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. മനുഷ്യനോളം പഴക്കമുള്ള, അല്ലെങ്കിൽ മനുഷ്യന്റെ കൃഷിയോളം പഴക്കമുള്ള ഒരു പ്രതീകമാണത്. കുനിഞ്ഞു നടക്കുന്ന 2 കാളകൾ, അതിന് മീതെയായിട്ട് വെച്ചിരിക്കുന്ന കഠിന ഭാരം. സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും മീതെയായിട്ട് നുഖങ്ങളുണ്ട്. എല്ലാ മനുഷ്യരും കുനിഞ്ഞു തന്നെയാണ് നടക്കുന്നത്. ആരാണ് അതിന് അപവാദമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്? അപ്പോഴാ മനുഷ്യന് ഉയർന്നിൽക്കാനായിട്ട് പ്രേരണ കൊടുക്കാത്ത, ഉയർന്നിൽക്കാനായിട്ട് സഹായിക്കാത്ത എല്ലാ ഘടകങ്ങളും നുഖങ്ങളാണ്. അത്തരം നുഖങ്ങളുള്ള ഒരു സംസ്കാരത്തില്, ഒരു സമൂഹത്തില് നോമ്പൊക്കെ കുറെ കൂടി കാലോചിതമായിട്ട് വർത്തമാന പരിസ്ഥിതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതല്ലേ, വായിക്കപ്പെടേണ്ടതല്ലേ? നുഖങ്ങൾ എടുത്തു മാറ്റുക. ഇതുമാത്രം സൂചനകളാണ് ഈ നുഖത്തില്. വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു 4-5 സൂചനകളുണ്ട്. അങ്ങനെ അടിമത്തം എന്ന് പറഞ്ഞ വാക്കിന് വേദപുസ്തകം ഉപയോഗിക്കുന്ന വാക്ക് നിശ്ചയമായിട്ട് നുഖം തന്നെ. ഒരു കാര്യം കൂടി ഓർമ്മിച്ചു കൊള്ളണം, നുഖങ്ങളുടെ ചരിത്രത്തില്, അല്ലെങ്കിൽ മനുഷ്യന്റെ ചരിത്രത്തില് നുഖം ഇങ്ങനെ കാളയ്ക്കും പോത്തിനും വേണ്ടി മാത്രം കരുതി വെച്ചിരുന്ന ഒന്നല്ല. ഉഴുതു മറിക്കേണ്ട മൃഗങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നില്ല അത്. മനുഷ്യന് മീതെ നുഖം വെച്ചിരുന്നു. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കുക.
ഒരു ദേശത്ത് നിന്ന് വേറെ ദേശത്തേക്ക് അടിമകളെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് മീതെ മുഖം വെച്ചിരുന്നു. തലയുയർത്താനാവാതെ ശിരസൂനിച്ച് നടക്കേണ്ടി വരുന്ന മനുഷ്യർ ഏതൊരു കാലങ്ങളിലും അവരുണ്ടായിരുന്നു. അപ്പോ എല്ലാത്തരം അടിമത്വം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കഠിനമാണ്. അതിന്റെ 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 ഒരു സാധ്യതകൾ, അതിന്റെ ഒരു സങ്കീർണതകൾ. ഏതിനകത്തുമൊക്കെ ഈ അടിമത്തം ഒരു വളരെ ഗൗരവമായ ഒരു വിചാരമാണ്. സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കട്ടെ എന്നൊക്കെ യേശു പറയുന്നത്. ഏതെങ്കിലുമൊക്കെ തരത്തില് സത്യമായി ബന്ധപ്പെട്ട് ജീവിക്കാത്ത എല്ലാ മനുഷ്യരും എന്തുമാത്രം അടിമത്തല്ല ജീവിക്കുക. അഗ്നിയുടെ അടിമത്തമുണ്ട്, അരാജകത്വം അടിമത്തമുണ്ട്, മയക്കുമരുന്ന് എന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ പറയുകയും പറയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി സൂചനകൾ വാസ്തവത്തിൽ അടിമത്തവുമായി ബന്ധപ്പെട്ടാണ്. അത്തരം അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്? മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യൻ കുനിഞ്ഞു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇനിയും നിലനിൽക്കേണ്ടതുണ്ടോ? വലിയൊരു വിഷമമുള്ളൊരു ഒരു വിചാരം ഇതാണ്. യേശു പറഞ്ഞ ഒരു നീതിബോധം കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് എത്രയോ അകന്നുപോയി. ഒരു 2 പ്രധാനപ്പെട്ട ഒരു സമരങ്ങൾ കഴിഞ്ഞ വർഷം നടന്നിരുന്നു. ഒന്നിങ്ങനെ നിൽപ്പ് സമരം എന്ന് പറയുന്ന അതിന് എന്റെ ഒരു അവസാന ഘട്ടത്തിൽ അതിന് കൃത്യമായിട്ട് അതിനെ പിന്തുണച്ച അഭിമന്യ പിതാക്കന്മാരെയൊക്കെ മനസ്സിൽ ഓർമ്മിക്കുന്നുണ്ട്. വിശേഷിച്ചും ഇടയേന്ദ്ര പിതാവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു ആദ്യ ഘട്ടത്തിനകത്ത് നമുക്ക് സങ്കടം വരുന്നൊരു കാര്യമാണ്. ഒരു നിയമനിർമ്മാണം നടക്കുന്നു കരുതുന്ന, തങ്ങളുടെ ജീവിതത്തെ നിശ്ചയിക്കുമെന്ന് കരുതുന്ന ഒരിടത്തിന് പുറത്ത് കുറെ മനുഷ്യർ രാവിലെ തൊട്ട് വന്ന് നിൽക്കുക. ഏകദേശം ഒരു പ്രഭാതത്തിൽ ഒരു 8 മണി തൊട്ട് വൈകുന്നേരം ഒരു 7 മണി വരെ ഒറ്റ നിപ്പ് നിൽക്കുക. എന്തുകൊണ്ടാണ് മനുഷ്യ അവിടെ കൂടി നിൽക്കുന്നുള്ളതിനെ കുറിച്ച് ഒരാളും അന്വേഷിച്ചില്ല. ഒന്നിനും വേണ്ടിയായിരുന്നില്ല, തങ്ങൾക്ക് അർഹതപ്പെട്ട മണ്ണിന് വേണ്ടിയായിരുന്നു. അത്തരം ചില കാര്യങ്ങൾ ഒരു നഗരത്തിന്റെ സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്ന ഇടത്ത് നടന്നിട്ട് അത് എന്തിനാണെന്ന് പോലും അന്വേഷിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന, തങ്ങളുടെ തിരക്കുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. ഇവർക്കൊക്കെ വാസ്തവത്തിൽ ഏതെങ്കിലും തരത്തിൽ യേശുവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് പറയാനോ ആചരിക്കാനോ ഉള്ള ധാർമ്മിക ബലമുണ്ടോ എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയം തന്നെ. മറ്റൊരു നഗരത്തിനകത്ത് സ്ത്രീകൾ ഇങ്ങനെ ഇരിപ്പ് സമരത്തിലാണ്. കാരണം ആ ഒരു കടയിൽ, ആ കടയിൽ മാത്രമല്ല മിക്കവാറും എന്ത് ചെയ്യും, തുണിക്കടകളിലൊക്കെ ഉള്ളൊരു ശീലമാണ്, ഒരു രീതിയാണ്. അവിടെ ഈ പണി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇരിക്കാനായിട്ട് ഒരു ഇടമില്ല. കസ്റ്റമർ ഇല്ലെങ്കിൽ പോലും അവർക്ക് ഇരിക്കാനായിട്ട് അവകാശമില്ല. നേരത്തെ പറഞ്ഞ കണക്ക് ഒരു 8 മണി തൊട്ട് വൈകുന്നേരം ഒരു 8 മണി വരെയെങ്കിലും ഇങ്ങനെ നിൽക്കേണ്ടി വരുന്ന ബാധ്യതയുള്ളവരാ. ഒരിടത്ത് മനുഷ്യൻ നിൽക്കുന്നു, വേറൊരിടത്ത് മനുഷ്യൻ ഇരിക്കുന്നു, ഒക്കെ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാ, തങ്ങൾക്ക് വേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള ചില നിശബ്ദ നിലവിളിയുടെ ഭാഗമായിട്ടാ. എന്നിട്ടോ അത്തരം വിമോചന പ്രക്രിയകളോട്, വിമോചന നിലവിളികളോട് നമ്മൾ എന്തുമാത്രം ഇങ്ങനെ ആർജവം പുലർത്തിയിട്ടുണ്ട്, എന്തുമാത്രം തുറവ് പുലർത്തിയിട്ടുണ്ടെന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ട വിഷയമാണ്. അപ്പോ നുഖങ്ങൾ എടുത്തു മാറ്റാന്നുള്ള സങ്കടം മറ്റൊരു നുക. വിശേഷം വിലാപത്തിന്റെ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് സങ്കടത്തെ വിശേഷിപ്പിക്കുന്ന വലിയ നുഖമായിട്ടാ. അതുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതാ. അവനവൻ പാർക്കുന്ന ഇടങ്ങളിൽ എന്തുമാത്രം മനുഷ്യർ ദുഃഖിതരായിട്ട് ജീവിക്കുക. ദിവസത്തിന്റെ ഒക്കെ തുടക്കത്തിനകത്ത് ദൈവം കായണ്ടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ നിന്റെ മുഖം ഇരുണ്ടിരിക്കുന്നത്? ദൈവം പോലും മനുഷ്യരുടെ മുഖം ഇരുണ്ടതും മനുഷ്യരുടെ മുഖത്തിന്റെ പ്രകാശം കെട്ടുപോകുന്നതും അവരുടെ ശബ്ദം ഇങ്ങനെ പമ്മുന്നതും അവരുടെ എന്ത് ചെയ്യുന്നുണ്ട് ശരീരചലനങ്ങള് പരിങ്ങളിലേക്ക് മാറുന്നതും ഒക്കെ ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റും ഉള്ള മനുഷ്യര് ദുഃഖിതരായിരിക്കുന്നതിനെ കുറിച്ച്, അവരുടെ മിഴികളിൽ വെട്ടം പോയതിനെ കുറിച്ചും ഒക്കെ നമുക്ക് ധാരണയില്ലാതെ പോകുന്നതുകൊണ്ട് ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ഓർമ്മിച്ചാൽ നല്ലതാണ്. ഈ ദൈവരാജ്യം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മനുഷ്യർ പുഞ്ചിരിക്കുന്ന ഇടത്തിന്റെ പേരാ. അങ്ങനെയെങ്കിൽ മനുഷ്യർ പുഞ്ചിരിക്കുന്ന ഒരിടമാണോ നിങ്ങളുടെ വീട്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ പുഞ്ചിരിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി പോയത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ വയോധികരായ മാതാപിതാക്കന്മാരുടെ പുഞ്ചിരി കെട്ടുപോയത്? അവരുടെയൊക്കെ പുഞ്ചിരി വീണ്ടെടുക്കാൻ പറ്റാതെ, അവരുടെ ദുഃഖത്തിന്റെയൊക്കെ കാരണങ്ങൾ അന്വേഷിക്കാതെയൊക്കെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ സങ്കടങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാന്നുള്ള ഒരുപക്ഷെ ഈ ഒരു നോയമ്പ് കാലത്ത് അതുകൂടി ചിന്തിച്ചാൽ നല്ലതാണ്. ഏതെങ്കിലും എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ ദുഃഖത്തിന്റെ കാരണം ഞാൻ കണ്ടെത്തും. അതിനകത്ത് പുറത്തു കടക്കാനായിട്ട് അയാളെ ഞാൻ സഹായിക്കും. വലിയ കാര്യങ്ങൾ ഇതിനകത്ത് ആവശ്യമില്ല. നമ്മൾ ഈ കൗൺസിലിംഗ് റൂമിലൊക്കെ കേൾക്കുന്ന കണക്ക് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കകത്താണ് ആ മനുഷ്യന്റെ നിലനിൽപ്പും മനുഷ്യന്റെ ഭംഗിയും ഒക്കെ കൊണ്ടാടപ്പെടേണ്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഒരുമിച്ചൊരു യാത്ര, എത്ര കാലമായിട്ട് ഇങ്ങനെ വീടിനകത്ത് തന്നെ ജീവിക്കുന്ന ഒരു സ്ത്രീയ ഒരു ദിവസം ഒരു ചെറിയ യാത്രയ്ക്ക് പോയാൽ എന്താ? അവൾക്ക് നിങ്ങളോട് മാത്രമായിട്ട് പറയാനായിട്ട് എന്തോ ചില കാര്യങ്ങളുണ്ട്. അവളെ കേട്ടിട്ട് എത്ര നാളെ? പൊതുവെ സ്ത്രീകളൊക്കെ പറയുന്ന ആ ഒരു പരാതി നമ്മൾ ഇടക്കിടക്ക് ആവർത്തിക്കുന്നതാണ്, ഇങ്ങനെ ഒന്ന് കേൾക്കാനായിട്ടൊരാളില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അവരുടെ സങ്കടങ്ങളുണ്ട്. ഈ സങ്കടങ്ങളിലേക്ക് കാരണങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് ഒരു രണ്ടാമത്തെ ഒരു നുഖവുമായി ബന്ധപ്പെട്ട വിചാരമാണ്. ഒന്നാമതായിട്ട് നിയമം എന്ന് പറയുന്നത് വേദപുസ്തകത്തിനകത്ത്
നുകമായിട്ട് തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അവിടെയാണ് യേശു പറഞ്ഞ വാക്കിന്റെ ഒക്കെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാകുന്നത്. എന്റെ നുകം മധുരമാണ്. സ്നേഹം എന്ന് പറയുന്ന ഒരു ഘടകം കൊണ്ട് യേശു നിയമങ്ങളെ റീപ്ലേസ് ചെയ്യുക. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു കൂടുതൽ നിയമങ്ങളുള്ളൊരു സമൂഹമാണ് കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു സമൂഹം. അല്ല, എന്തുമാത്രം നിയമങ്ങൾ കുറഞ്ഞ് മനുഷ്യൻ അവനവന്റെ ഉള്ളിലെ സ്നേഹത്തിന്റെ പ്രേരണയിൽ ഓരോ കാര്യങ്ങൾ അനുവർത്തിക്കുന്നു, ആ ഇടമാണ് ഭൂമിയിൽ ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ടത്. അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് യേശു ആഗ്രഹിച്ചത്. ഓർത്തു കഴിഞ്ഞാൽ ആ പരിണാമം കൗതുകരമാണ്. ആദിയിൽ ഇങ്ങനെ 10 കൽപ്പന ഉണ്ടായി. പിന്നീട് ഈ 10 കൽപ്പനകൾക്ക് കുറെ അധികം വ്യാഖ്യാനങ്ങളുണ്ടായി. ഒരു പുസ്തകം തന്നെ അതിന്റെ വ്യാഖ്യാനങ്ങളാണ്, നിയമാവർത്തനം എന്ന് പറഞ്ഞ പുസ്തകം. യേശുവിന്റെ കാലത്താവട്ടെ ഇതിനകത്ത് നിയമാവർത്തനത്തിലെ ആ ചട്ടങ്ങൾക്ക് പിന്നെ ഉപകൽപ്പനകൾ ഉണ്ടായി. അങ്ങനെ വന്ന് നിറയെ ചട്ടങ്ങളിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരുന്ന, ചട്ടങ്ങളിൽ വല്ലാതെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലേക്ക് വന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരു കൽപ്പന തരുന്നു, ഒരേ ഒരു നുകം തരുന്നു, സ്നേഹം. മധുരമായിട്ട് ചില കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സംഭവിക്കുന്ന വ്യത്യാസം ഇത്. സ്നേഹത്തിനകത്ത് ശാഠ്യമൊന്നുമില്ല. അവനവന്റെ ഉള്ളു പറയുന്ന കാര്യങ്ങളുടെ, അവനവന്റെ ഹൃദയം പറയുന്ന കാര്യങ്ങൾക്ക് കാതോർക്കുന്ന പരിപാടിയുടെ പേരാ സ്നേഹം. അവിടെ വെച്ച് മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും ഭാരം ഉണ്ടാവില്ല. ലോകത്തെ ഏതെങ്കിലും ഒരു ബുദ്ധിമാന്യമുള്ള കുട്ടിയെ സംരക്ഷിക്കുന്ന അമ്മ പറയട്ടെ തനിക്കത് ഭാരമുള്ള കാര്യമാണെന്ന്? ഇല്ലെങ്കിൽ രാത്രി വരുന്ന മക്കൾക്ക് വേണ്ടി വഴിക്കണോട് കാത്തിരിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പക്ഷേ വരാൻ വൈകുമ്പോൾ വരിക കണക്ക് നടക്കുന്ന വയോധികനെ അപ്പം പറയട്ടെ ആ കാത്തിരിപ്പ് ഭാരമുള്ളതാണെന്ന്? എന്തിലേക്കും സ്നേഹം വരുമ്പോൾ, സ്നേഹം എന്ന് പറയുന്ന ഒരു വല്ലാത്ത പ്രേരണ വരുമ്പോൾ ഈ പറയുന്ന നിയമങ്ങളൊക്കെ മധുരമാകുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, ഞാൻ നിങ്ങൾക്ക് മധുരമുള്ള നുകം തരാം. അപ്പൊ അതതിന്റെ ഒരു മൂന്നാമത്തെ വിചാരമാണ്. നാലാമതായിട്ട് അപമാനത്തിന്റെ നുകമുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ച ആ കൈപ്പിഴകളുടെ ഒക്കെ പേരിൽ ഇങ്ങനെ കൂനിപ്പിടി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ സംഭവിക്കുന്ന പാളിച്ചകളാണ്. മുതിർന്നവർക്ക് വിവേകപൂർവം കരുതാവുന്ന, വിവേകപൂർവ്വം അവഗണിക്കാൻ പറ്റുന്ന എന്തുമാത്രം ചെറിയ കാര്യങ്ങളുടെ മീതെയാണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങൾ പൊടിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ കാലത്തിന്റെ ഒക്കെ സ്വാധീനങ്ങളിൽ ചിലപ്പോൾ ചില കൗതുകങ്ങളിൽ പെട്ടുപോകുന്നുണ്ടാവാം, ചില ഭംഗിയില്ലാത്ത ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ടാവാം. പെട്ടെന്നൊരു ദിവസം ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വല്ലാത്ത കുറ്റബോധത്തിലേക്ക് വഴുതിക്കൊണ്ടുപോയി തങ്ങളുടെ കുടുംബത്തിനും തങ്ങൾക്കുമൊക്കെ അപമാനം വരുത്തുന്നൊക്കെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് അവരുടെ ആ ഉള്ളിന്റെ ഉള്ളിലെ ആ പിഞ്ചു പ്രാണനെ, പിഞ്ചു ആത്മാഭിമാനത്തിന് എന്തുമാത്രം പരുക്ക ക്ഷതോ കൽപ്പിക്കുക. സത്യം പറഞ്ഞെന്നാൽ ഒരു പരിക്ക് പറ്റുന്ന സമയത്ത് ചേർത്ത് പിടിക്കേണ്ട വ്യക്തികളാണ് മുതിർന്നവര്. നിർഭാഗ്യവശാല് അതല്ല സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു പഴയ കാലത്തിന്റെ ഒക്കെ ഒരു നന്മ പോലും നമ്മൾ കാട്ടുന്നില്ല. ഞാൻ ഓർക്കുകയാണ്, പക്ഷേ ഒരു 19 വയസ്സിന് അടുത്തോണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം ഇങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കൈപ്പിഴയോ പാളിച്ചയോ ഒക്കെ പറ്റുന്ന ഒരു ചെറിയ പെൺകുട്ടി എടുക്കുക. അതൊരു വലിയ കുടുംബമാണെങ്കിൽ ആ വീടിനകത്തെ പാട്ടി, ആ വീടിനകത്തെ മുത്തശ്ശി ഈ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പതുക്കെ മടിയിലിട്ട് മുടിയിഴകളുടെ കൈയോടിച്ചുകൊണ്ട് പറയും, സാരമില്ല കുഞ്ഞെ, കരയല്ലേ, ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല, നീ കരയാൻ മാത്രം എന്ന് പറയുന്ന ഒരു കാര്യം പോലും ഇപ്പൊ നടക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ഒരു പദാവലിയിൽ നിന്ന് ഇപ്പൊ ഡിലീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാക്കുപോലും അതാ, സാരമില്ല. ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും എന്തുമാത്രം ഗൗരവത്തോടുകൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം അപമാനത്തിലൂടെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നത്. അതിന്റെയൊക്കെ ഭാരത്തില് പുറത്തു കടക്കാൻ പറ്റാതെ എന്തുമാത്രം ചെറിയ കുഞ്ഞു മക്കള് വ്യസനിക്കുന്നുണ്ട് അവരുടെ അപക്വതയുടെ പേരില്. അപ്പോൾ ചെറിയ കൈപ്പിഴകളിലൂടെ കടന്നു പോകും, ചെറുതോ വലുതോ ആയ കൈപ്പിഴകൾക്ക് ചെറുതോ വലുതൊന്നുമില്ല. ധൈര്യത്തോടുകൂടി മക്കളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കണം. ചെറിയ മക്കളെയും ചെറുപ്പക്കാരെയും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുക എന്നുള്ളത് മറ്റൊരു നോമ്പിന്റെ സുഹൃതമായിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെടുക. അവസാനമായിട്ട് പാപം എന്ന് പറയുന്നത് ട്രഡീഷണൽ ലാംഗ്വേജിൽ നമ്മുടെ ഒരു ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ ആ പാപവും നുഖമായിട്ട് തന്നെ എണ്ണുക. വിശേഷിച്ചും പൗലോസൊക്കെ അതിനെ കൃത്യമായിട്ട് പറയുന്നത് അകത്തുള്ളൊരു നുഖത്തിന്റെ പേരാണ്. അകത്ത് അങ്ങനെ കഠിനമായൊരു ഭാരമുണ്ടാകുമ്പോൾ മനുഷ്യങ്ങനെ തലയെടുപ്പോട് നിൽക്കാനായിട്ട് പറ്റില്ല. മനുഷ്യൻ ഒളിച്ചു പാർക്കേണ്ടതായിട്ട് വരും. എവിടെ നിന്നൊക്കെ മനുഷ്യൻ അങ്ങനെ ഒഴിഞ്ഞു മാറേണ്ടി വരുന്നോ അവിടെയൊക്കെ ഈ പറഞ്ഞ ചില വിചാരങ്ങളുടെ ഒക്കെ ശിഥിലമായ അന്വേഷണങ്ങളുണ്ട്. ആദ്യം തന്നെ സംഭവിക്കുന്ന കാര്യം എടുക്കുക. പെട്ടെന്നൊരു ദിവസം ഒരു മനുഷ്യൻ ഒരു പുരുഷനും സ്ത്രീയും ഉൾവാങ്ങിയ. ഇന്നലെ വരെ അവർ സഞ്ചരിച്ചിരുന്ന ദൈവത്തോടൊപ്പം. നമ്മൾ വായിച്ചു കേൾക്കുന്ന അന്തിയില് ദൈവം അവരോടൊപ്പം സായന്ത സവാരി ചെയ്തു. എന്നാൽ പതിവ് പോലെ ദൈവം സായന്ത സവാരിക്ക് വരുമ്പോൾ ഇവർ ഒളിച്ചു നിൽക്കുക. എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ഞങ്ങൾ ഇങ്ങനെ മറഞ്ഞു നിൽക്കുക. വളരെ കൃത്യമായിട്ട് വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ പാപം ചെയ്തോ. മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ
ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് തെറ്റിയിട്ടില്ലെന്നുള്ള ആത്മവിശ്വാസമാണ്. പലപ്പോഴും ആ ആത്മവിശ്വാസം കെട്ടുപോകുമ്പോൾ മനുഷ്യ അന്തർമുഖനാകേണ്ട ബാധ്യത വരുന്നു. മനുഷ്യ അഭിമുഖീകരിക്കാനായിട്ടുള്ള ബലമില്ലാതെ പോകുന്നു. കുറച്ച് വൈയക്തികമായ ശുദ്ധീകരണത്തിനൊക്കെ വേണ്ടി കൂടി ഈ കാലത്ത് ഉപയോഗിച്ചാൽ നല്ലതാ. വിശേഷിച്ചും നമ്മളുടെ ചില കൂതാശകളുടെ ഒക്കെ ഗൗരവമായ ചില പങ്കുചേരലുകളൊക്കെ അതിലേക്കുള്ള ഒരു വഴിയാണെന്നൊക്കെ നമുക്ക് മുതിർന്നവർക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊക്കെ ഇങ്ങനെ നുകത്തിപ്പെട്ടു പോയവരുടെ നുകങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് നമ്മൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും ആഴമുള്ള നോയമ്പാചരണമെന്ന് ഒന്ന് മനസ്സിനെ പഠിപ്പിച്ചാൽ നല്ലതാ. അത് അടിമത്തമാവാം, അപമാനമാവാം, ദുഃഖമാവാം, പാപബോധമാവാം, കുറ്റബോധമാവാം, എന്തും ആവട്ടെ. ഒരു കാര്യം എല്ലാവർക്കും ഉറപ്പുള്ളതുണ്ട്, ഇങ്ങനെ ആർക്കും ഒറ്റയ്ക്ക് ഒരു നുകം വഹിക്കാൻ പറ്റില്ല. യോക്ക് ഫെല്ലോ എന്ന് പറഞ്ഞ വാക്ക് അപ്പൊ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. വിശേഷിച്ചും അത് പൗലോസ്ലീഹ ഉപയോഗിക്കുന്നുണ്ട്, ഫിലിപ്പീൻസിന്റെ ലേഖനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. മലയാളത്തിൽ അത് ആത്മസുഹൃത്ത് എന്നാണ് മട്ടിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഒരു നുകം ചുമക്കുന്ന ഒരാള്, ഒരു സുഹൃത്ത് എന്ന നിലയിൽ പോലും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ധർമ്മം ഇങ്ങനെ ഒരു നുകത്തിന് കൂട്ടുപോകാൻ. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു നുകം വഹിക്കാനായിട്ട് പറ്റില്ല. ആ അർത്ഥത്തിലൊക്കെ നമ്മൾ സൈറിയൻകാരൻ ശിമേനും ഒക്കെ ഓർമ്മിച്ചു പോവുകയാണ്. ഒരു ചെറുപ്പക്കാരൻ, തന്റെ ആരുമല്ലാത്തൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കുരിശുമെന്നുകൊണ്ട് പോകുമ്പോൾ ദാ ഒരു മനുഷ്യൻ ഈ ചിത്രത്തിലേക്ക് പ്രവേശിക്കുക. ഇന്നും 12,000 വർഷങ്ങൾ കഴിയുമ്പോഴും നമ്മൾ അയാളെ ഓർമ്മിക്കുന്നുണ്ട്, സൈറിയൻകാരൻ ശിമയോൻ. ഒറ്റയ്ക്ക് കുരിശ് ചുമന്നു പോകുന്ന, ഒറ്റയ്ക്ക് നുകഞ്ഞു വന്നു പോകുന്ന മനുഷ്യരുടെ വശത്തേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ കുരിശും മധുരമുള്ള അനുഭവമായിട്ട് മാറും. ചില കുരിശുകളും നുകങ്ങളും ഒന്നും ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ മനുഷ്യ ഇടപെടൽ കൊണ്ട് പരിഹരിക്കപ്പെടുന്ന നുകങ്ങളും കുരിശുകളും ഏറെയൊന്നും ഭൂമിയിലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതിന് ലളിതമാക്കാൻ പറ്റും, മധുരമാക്കാൻ പറ്റും, കുറെ കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നിശ്ചയമായിട്ടും അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കുറെ കൂടി പ്രേരണ നൽകുമെന്ന് വിചാരിച്ചോട്ടെ. അമൃതാപൃതം നടത്തിയൊരു പ്രഭാഷണമുണ്ട്, വളരെ ഭംഗിയുള്ള, വായിച്ചിരിക്കേണ്ട ഒരു പ്രഭാഷണമാണ്. അതിനകത്ത് അവര് ഒരു ഓസ്ട്രേലിയൻ ഗ്രാമവാസികളുടെ ഒരു മിത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പണ്ട് ആകാശം വളരെ താന്നിട്ടായിരുന്നു. ആകാശം വളരെ താന്നുകൊണ്ട പ്രശ്നങ്ങളുണ്ട്. എന്താണത്? മനുഷ്യന് നിവർന്നു നടക്കാനുള്ള സാധ്യതയില്ല. ഈ പന്തലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് ഇഴഞ്ഞു നടക്കേണ്ടത്, അത് കണക്ക് ഇഴഞ്ഞു നടക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നു മനുഷ്യന്. ചെറു കിളികൾ, ആ ദേശത്തുള്ള ഒരു പ്രത്യേകതരം കിളികളുണ്ട്. ഈ കിളികൾക്ക് വലിയ സങ്കടമാണ്. അവർ വിചാരിക്കുകയാണ്, നട്ടലുള്ള മനുഷ്യന്, നേരെ നടക്കാൻ കെൽപ്പുള്ള മനുഷ്യന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉരകങ്ങളെ കണക്ക് എഴേണ്ട ബാധ്യത വരുന്നത്? അതുകൊണ്ട് തന്നെ ഈ കിളികളെല്ലാം കൂടി സംഘമായിട്ട് തീരുമാനിക്കുകയാണ്, നമുക്ക് എന്നെങ്കിലും ഒരു ദിവസം ഈ ആകാശം ഉയർത്തണം. അങ്ങനെ ഈ കിളികൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ ദേശത്തുള്ള ചെറിയ ഒരു പ്രത്യേകതരം പുല്ലുണ്ട്, കുറച്ച് ശക്തിയുള്ള ബലമുള്ള പുല്ല. ആ പുല്ല് തങ്ങളുടെ കൊക്കിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ സംവത്സരങ്ങൾ കൊണ്ട് ഇങ്ങനെ ആകാശത്തെ ഉയർത്തിയെന്ന് പറയുന്ന ഒരു കഥയുണ്ട്. എന്നിട്ട് അമൃതാപൃതം പറയുന്ന ഇങ്ങനെയാണ്, എഴുത്തുകാരും കവികളും വിപ്ലവകാരികളും സാമൂഹിക പ്രബോധനങ്ങളിൽ ഏർപ്പെടുന്നവരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മം ഇതാണ്: മനുഷ്യന് മീതെ വീണ് കിടക്കുന്ന, അവനെ നിവർന്നു നടക്കാനായിട്ട് സഹായിക്കാത്ത എല്ലാത്തരം കാര്യങ്ങളെയും ഉയർത്തിയെടുക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അത് തന്നെ ആയിരിക്കണം ഒരു യേശുബോധത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല സുഹൃത്തം. പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ ഇഴഞ്ഞു നടക്കേണ്ടി വരുന്ന ഭൂമിയെ, ദാരിദ്ര്യം കൊണ്ട്, തൊഴിലില്ലായ്മ കൊണ്ട്, ഇതൊക്കെ കാരണങ്ങളാ. അവർക്കിങ്ങനെ നേരെ നടക്കാൻ പറ്റുന്ന ഒരു ബലമുണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഉപവാസം എന്നൊക്കെ പറയുന്നത് ഒരു പൊളിറ്റിക്കലായ ഒരു മെറ്റഫറായിട്ട് കൂടി മാറുന്നു. ഗാന്ധിയൊക്കെ ഉപവാസത്തെ എടുത്തത് ഒരു യോഗ ജീവിതത്തിന്റെ ഭാഗമായിട്ടോ മതജീവിതത്തിന്റെ ഭാഗമായിട്ടോ അല്ല, മറിച്ച് കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമായിട്ടൊക്കെ എടുത്തെന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് ആ പശ്ചാത്തലത്തിലാണ്. നിശ്ചയമായിട്ടും മനുഷ്യനെ കുനിഞ്ഞു നടക്കാനായിട്ട് പ്രേരണയാകുന്ന, അതിനൊക്കെ ഉയർത്തേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട്. യേശു മരപ്പണിക്കാരനായിരുന്നു. നല്ലൊരു മരപ്പണിക്കാരൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് തന്റെ ആയുസ്സിൽ ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ നുകങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ടാകും. എന്നിട്ടും യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു പാരമ്പര്യം ഇതാണ്: ഏതെങ്കിലും ഒരു കൃഷിക്കാരൻ ഒരു നുകത്തിനു വേണ്ടി ഈ ചെറുപ്പക്കാരന്റെ പണിശാലയിൽ വരുമ്പോൾ അയാൾ ആ കൃഷിക്കാരന്റെ ചോദിക്കും, നിങ്ങൾ ഈ നുകം വെക്കാൻ ഉദ്ദേശിക്കുന്ന ഉരുവിനെ ഞാനൊന്ന് കണ്ടോട്ടെ. എന്നിട്ട് ആ കൃഷിക്കാരനുമായിട്ട് പോയി അയാളുടെ ഇരുത്തി പോയിട്ട് ആ മൃഗത്തെ കാണും. എന്നിട്ട് അതിന് മീതെ കൂടി
ഒന്ന് കൈയോടിക്കും. പിന്നെ അതിന്റെ കുഞ്ചിയിൽ പിടിച്ച് നോമനിക്കും. ആ തലോടലിലൂടെയും ആ ലാളനയിലൂടെയും കൃത്യമായിട്ട് ഒരളവുണ്ടാക്കി എടുക്കുക യേശു. പിന്നീട് അതിന് വഹിക്കാൻ പറ്റുന്ന പരമാവധി ഭാരം കുറച്ച് ഒരു നുകം ഉണ്ടാക്കും. കുഞ്ചിയിലൂടെ ലാളിക്കുന്നത് ആ കുഞ്ചിയുടെ വലിപ്പം അറിയാൻ വേണ്ടിയാ. അതിന് ഒരു അസ്വസ്ഥയും ഉണ്ടാക്കാത്ത വിധത്തിലുള്ള നുകം. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകത്തിൽ യേശു പറയുന്നത്, എന്റെ നുകം മധുരമാണെന്നുള്ളതിന് ഇങ്ങനെയും വ്യാഖ്യാനമുണ്ട്. എന്റെ നുകം ഫിറ്റിങ്ങാ, അനുയോജ്യമാ. നമ്മുടെ മീതെ ചില നുകങ്ങളൊക്കെ വെക്കുമ്പോൾ ഇപ്പോഴും ആ മരപ്പണിക്കാരൻ നമ്മുടെ കുഞ്ചിയുടെ ആ ഒരു വലിപ്പം തിരയുന്നുണ്ടാവാം. നമ്മുടെ പേശികൾ ദൃഢതകൾ അന്വേഷിക്കുന്നുണ്ടാവാം. നമുക്കിണങ്ങിയ ചില നുകങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അതിൽ തന്നെ എന്തൊരു ആത്മവിശ്വാസം തരുന്നത്. ഈ ദേശത്തെ ഒരു പാരമ്പര്യ വിജ്ഞാനം എന്ന് പറയുന്നത് കൃഷിഗീതം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. നാട്ടറിവുകളുടെ ആദ്യ ശേഖരങ്ങളിൽ ഒന്നായിട്ട് അല്ലെങ്കിൽ വേദഗ്രന്ഥമായിട്ടൊക്കെ എടുക്കാവുന്ന ഒരു പുസ്തകം. അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഏതെങ്കിലും തരത്തില് നുകം വെച്ച് മൃഗത്തെ അമിതമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു കൃഷിക്കാരൻ നല്ല കൃഷിക്കാരനല്ല. അല്ല, നുകം വെക്കുന്ന ഒരു മനുഷ്യനും നല്ല മനുഷ്യൻ പോലും അല്ല, പിന്നല്ലേ കൃഷിക്കാരൻ. ആമേൻ.